കൂട്ടുകാരെ, സാരംഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. ഇത് ഏകദേശം A3 സൈസ് വരെ ഉണ്ട്. A3 സൈസിനൊക്കെ അല്പം കൂടെ കൂടുതലാണ് ഇതിൻ്റെ വർക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലക്സ് ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്ത ബ്രഷും അതിനെക്കുറിച്ചും പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതിന് കണ്ടോ വില എഴുതിയിട്ടുണ്ട്. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതിനുശേഷം നമ്മൾ തുടക്കക്കാർ ചെയ്യുന്ന ബ്രഷ് കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ് വാങ്ങാനായിട്ട്. ഇതേപോലത്തെ ബ്രഷാണ് തുടക്കക്കാർക്ക് വാങ്ങാനായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ഈ ഒരു 2 മിനിറ്റുള്ള വീഡിയോയിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഈ ഒരു ബ്രഷിൻ്റെ വില 20 രൂപയ്ക്കകത്താണ്. അതാണ് ഏറ്റവും മെയിനായിട്ട് ഇത് വാങ്ങാനായിട്ട് പറയുന്നത്. ഈ ബ്രഷ് നല്ല രീതിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ബ്രഷ് മാത്രമല്ല ഏത് ബ്രഷ് ആയാലും കഴുകി വച്ചില്ല എന്നുണ്ടെങ്കിൽ ചീത്തായി പോവും. അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ആവും. കാരണം ചില കുട്ടികൾ ഇങ്ങനെ കുത്തിപ്പിടിച്ചാണ് വരയ്ക്കുന്നത്. ഇതിങ്ങനെ വളഞ്ഞ് അങ്ങനെ തന്നെ ആയിപ്പോവും, അല്ലെങ്കിൽ ബ്രഷ് ഒടിഞ്ഞു പോകും. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ടാവും. അപ്പം അത് നമ്മൾ നല്ല വിലയുള്ള ബ്രഷുകൾ വാങ്ങുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് നമുക്ക് ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബ്രഷുകൾ ആദ്യം യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഹെയറാണ് ഇതിൻ്റെത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് അല്പമേ എതിര് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രഷ് അപേക്ഷിച്ച് ഈ ബ്രഷ് നല്ല പഞ്ഞി മുടിയാണ്. കണ്ടോ, നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി മുടിയാണ്. അപ്പോൾ അത്രയും വെള്ളം അതിന് വലിച്ചെടുക്കാനുള്ള ശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് അത്രയും വലിച്ചെടുക്കും. നമുക്ക് ഏരിയ കവർ ചെയ്യാൻ പറ്റും പെയിൻറ്റ് അടിക്കുമ്പോൾ. പക്ഷേ തുടക്കക്കാർ ഈ ഒരു ബ്രഷ് ചെയ്യുവാണെങ്കിൽ പേപ്പർ കുതിർന്ന് പോകാനും, പേപ്പറിൽ അല്ലെങ്കിൽ ഐവറി ഷീറ്റിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ ഐവറി ഷീറ്റ് കുതിർന്ന് പോകാനും, അത് ക്യാൻവാസിലാണെങ്കിൽ ക്യാൻവാസ് ക്ലോത്തിൽ നിന്നും ആ ഒരു പെയിൻറ്റ് പടർന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യ ഘട്ടങ്ങളിൽ ചെറിയ ബ്രഷുകൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ സാഹചര്യം അനുസരിച്ച് നമുക്ക് ബ്രഷുകൾ മാറ്റാം. ബ്രഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട് റൗണ്ട്. ഇപ്പോൾ അതെല്ലാം വരും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.